ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ബ്രെഡ് പുഡിങ്ങാണ്. ബ്രെഡ് പുഡിങ് കേൾക്കുമ്പോൾ മടുപ്പ് പോകുന്നുണ്ട്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തത് 3 മുട്ടയാണ്. അത് ഓരോ മുട്ടയായിട്ട് അതിങ്ങനെ പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അത് ഹാഫ് ടിന്ന് മിൽക്ക് മെയ്ഡ് അതിലൊഴിച്ച് ഇനി 3/4 പാക്കറ്റ് പാലാണ് എടുത്തത്. ഒരു 1.5 ഗ്ലാസ് അങ്ങനെ വരും. പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസ്, പിന്നെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര. നന്നായി മിക്സ് ചെയ്യണം ഇതൊന്ന്. ഇനി നമുക്ക് ഇതിലൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതൊരു ടേബിൾ സ്പൂൺ നിറയെ വേണ്ട, ഒരു 3/4 ടീസ്പൂൺ അങ്ങനെ ഒരു കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. അത് ഇട്ട് കഴിഞ്ഞാൽ കട്ട നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കാരണം ഇത് അടി പിടിക്കുന്ന സാധനങ്ങളാണ് ഇതിലുള്ളത്. മുട്ട, കസ്റ്റാർഡ് പൗഡർ, മിൽക്ക് മെയ്ഡ് കങ്ങിപ്പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. അത് കുറുകിയ രൂപത്തിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു നിമിഷം പോലും കൈയെടുക്കാൻ പാടില്ല. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം കുറേ ഭാഗം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഒരു അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ്. എല്ലാവരും ഈസിയായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. ഏകദേശം കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഒരു തെരിതെരിപ്പായിട്ടുള്ള പോലത്തെ കട്ട പോലെ ഉണ്ടാവും. അതെല്ലാം ഒന്ന് മിക്സാക്കി എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് വെക്കണം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി ഈ സെർലാക്ക് രൂപത്തിൽ കാണുന്നില്ല. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ആക്കേണ്ടുള്ളൂ. ഇനി നമുക്ക് ഉപയോഗിക്കാം. പുഡിങ് വേണ്ടുന്ന പാത്രത്തിൽ നമുക്കിതൊന്ന് ഒരു നിരയായിട്ട് നിരത്തി വെക്കാം. തേച്ചില പകുതി. ഇനി നമുക്കിതിൻ്റെ മേലിൽ ബ്രെഡ് ആണ് എടുക്കുന്നത്. ബ്രെഡിനെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു ബ്രെഡിനെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഓരോ പീസ് ഇങ്ങനെ വെച്ച് ഒരു ലെവലിൽ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ചൂടോടെ തന്നെ ഞാൻ നേരത്തെ മിക്സ് ചൂടോടെ തന്നെ ഇതിലൊഴിക്കണം. അതിന് മേലാണ് ബ്രെഡ് വെക്കണം. രണ്ടാമത്തെ ട്രിപ്പ് അതുപോലെ തന്നെ ഒഴിച്ച് മേലെ നന്നായി ലെവലാക്കി വെക്കുക. ശേഷം ഇതൊരു കുറച്ച് സമയം ഒരു മണിക്കൂറെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒന്നൊരു ഉറക്കാൻ വേണ്ടി. കാരണം ഇതിൻ്റെ മേലെ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇത് ഞാൻ എടുത്തത് 1/2 പാക്കറ്റ് ഫ്രഷ് ക്രീമാണ്. ഇത് മേലെ ഒഴിക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂണ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടിന്ന് മിൽക്ക് മെയ്ഡ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് എഗ് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒരു പത വരുന്ന രൂപത്തിലാവുമല്ലോ, ആ ഒരു ടൈപ്പ് വരുന്നവരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം. എഗ് ബീറ്റർ കൊണ്ട് നന്നായി ബീറ്റ് ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു നല്ലൊരു കട്ടിയുള്ള രൂപത്തിലായി വരും. ആ ടൈം വെച്ചാൽ അതൊന്ന് ഓഫ് ചെയ്തിട്ട് അത് ഇതിൻ്റെ മേലെ ലെവലായി വെച്ച ആ പുഡിങ് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മേലിൽ എല്ലാ ഭാഗത്തും ഒരുപോലെയായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അത്രയും രുചിയുള്ള പുഡിങ്ങാണ്. ബ്രെഡാണെന്ന് തോന്നുകയില്ല. നല്ലൊരു കേക്കിൻ്റെ ടെക്സ്ചറിൽ വരുന്നൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ മേലിൽ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. കൊക്കോ പൗഡറാണ്. അതിങ്ങനെ എല്ലാ ഭാഗത്തും ഈ കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റും ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റും കൂടെ ഒരു അടിപൊളി ടേസ്റ്റ്. ഇതൊരു ലിക്വിഡ് പോലെ മേലെ ഇങ്ങനെ ആ ഒരു ടൈപ്പിലാണ് ഉണ്ടാകുക പുഡിങ്. മേലെ ഒരു അടിപൊളി ടേസ്റ്റാണ്. ബായ്.